വളരെ നിർണായകമായിട്ടുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ. 15 വയസ്സിന്റെയും 25 വയസ്സിന്റെയും ഇടയിൽ മക്കളുള്ള ആൾക്കാരൊന്ന് കയ്യൊന്തിക്കും. 15 and 25. ഒരുവിധം എല്ലാവർക്കും 15ന്റെയും 25ന്റെയും ഇടയിൽ വയസ്സുള്ള മക്കളുണ്ട്. അപ്പൊ ആ മക്കളെ കുറിച്ചാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചണോ അറിയില്ല. ഇന്ന് ഞാൻ കുറെ മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ നമ്മുടെ സുഹൃത്തുക്കളെ വീടുകളിലൊക്കെ പല കാരണങ്ങൾ കൊണ്ടും പല കാര്യങ്ങൾക്കും വേണ്ടി പോയപ്പോഴൊക്കെ രാവിലെയൊക്കെ ഒരു 10 മണിക്കൊക്കെ വീട്ടിലെത്തിയാൽ അവർ മക്കൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. മിക്ക വീടുകളിലും ഇപ്പോൾ ഒഴിവ് ദിവസങ്ങളൊക്കെ ആണെങ്കിൽ മക്കൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ കുട്ടികൾ എവിടെയെന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ കാണാൻ വേണ്ടി നമ്മൾ ചോദിക്കും, എവിടെ മക്കൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ ഉറങ്ങിക്കിടക്കാണ്. അപ്പൊ രാത്രി എപ്പോഴാണ് കിടക്കുക എന്ന് ചോദിച്ചാല് മിക്ക കുട്ടികളും ഇന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് 4 മണിന്റെയും 6 മണിന്റെയും ഇടയിലാണ് അവർ ഉറങ്ങുന്നത്. അതുവരെ മൊബൈലിലും സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായിട്ടുള്ള അവര് പകൽ സമയത്ത് എല്ലാവരും എഴുന്നേൽക്കേണ്ട സമയത്ത് ഉറങ്ങാൻ പോകുന്ന ഒരു അതിഭയാനകമായ ദാരുണമായ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഇതിനൊരു പരിഹാരം കമ്പൈൻഡ് ആയിട്ട് നമ്മൾ കണ്ടെത്തണം. കാരണം ഇനി വരുന്ന തലമുറയെ നയിക്കേണ്ടവര് നമ്മുടെ സക്സസേഴ്സ് അവർ വളരെ മോശകരമായ വളരെ ബാഡായിട്ടുള്ള വളരെ അപകടകരമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മക്കളാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എങ്കിൽ പോലും അവര് കർമ്മനിരതരാവേണ്ട ഒരു സമയം രാവിലെ 9 മണിക്കോ അല്ലെങ്കിൽ 8 മണിക്കോ കർമ്മനിരതരാവേണ്ട പകരം ആ സമയത്ത് ഉച്ചവരെ സാധാരണ 11ന്റെയും 1 മണിന്റെ ഇടയിലാണ് അവർ എഴുന്നേൽക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ അവര് നേരെ ലഞ്ച് കഴിക്കും. പിന്നെ അതോട് കൂടിയിട്ട് അവർക്ക് വൈകുന്നേരം പിന്നെ രാത്രി 10 മണിക്ക് ശേഷമാണ് ഭക്ഷണം കഴിക്കുക. ഇത് റുട്ടീനായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവരൊക്കെ വിളിക്കേണ്ടി വന്നത് എല്ലാ വീട്ടിലും സ്ഥിതി ഇതാണെന്നല്ല പറഞ്ഞത്. ബഹുഭൂരിപക്ഷം വീട്ടിലെ അവസ്ഥ ഇന്ന് ഇതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ വിചാരിച്ചത് എൻ്റെ വീട്ടിലെ മാത്രം പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ ആരോടും പറയാതിരിക്കും. ഞാൻ പല വീട്ടിലും പല ആൾക്കാരും കുടുംബത്തിലും ഒക്കെ ചെന്ന് നോക്കിയപ്പം ഈ ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ അവരുടെ ഒരു റുട്ടീൻ ഈ ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പല ബെഡ്ഷീറ്റ് നേരാക്കൂല, റൂം വൃത്തിയാക്കൂല, അവരെ ഒരു പരിപാടി അവർ ചെയ്യൂല. ഇത് ഒരു 85 to 95% കുട്ടികളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതിന് നമ്മുടെ മോർണിംഗ് സ്റ്റാറിലെ ഇതിനൊരു പരിഹാരം എന്ന നിലക്ക് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് നമ്മളെ മക്കളെ റീജുവിനേറ്റ് ചെയ്യാനും റിവൈവ് ചെയ്യാനും സാധാരണ പോലെ നമ്മളൊക്കെ പണ്ട് കാലത്ത് കിടന്നുറങ്ങിയ മാതിരി ഒരു 10, 10:30, 11 മണിയായ സാധാരണ ഓട്ടോമാറ്റിക് ഇപ്പൊ നമുക്കൊക്കെ ഉറക്ക് ആ നേരമാകുമ്പോൾ വരും. അപ്പൊ അത് വന്ന് ഉറങ്ങി രാവിലെ സുബൈക്കോ അല്ലെങ്കിൽ നേരത്തെ അമ്പലത്തിൽ പോവാനോ അല്ലെങ്കിൽ എഴുന്നേറ്റുകൊണ്ട് അവരുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ നടത്തി കർമ്മനിരതരാവാൻ വേണ്ടി മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഒന്ന് കമ്പൈൻഡ് ആയിട്ട് നമ്മളെ മക്കളെ വിളിച്ചു വരുത്തി അവർക്ക് നല്ലൊരു മോട്ടിവേറ്റഡ് ആയിട്ട് ഇൻസ്പയർഡ് ചെയ്യുന്ന രീതിയിൽ നാളത്തെ ഭാവിയെ കൈകളിലേന്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുറുചുറുക്കുള്ള യുവാക്കളും യുവതികളും അവര് ഉറക്കത്തില് പകൽ സമയത്ത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുന്നതിനെ നമ്മളെങ്കിലും തടയിടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് കൂട്ടി യോജിച്ച് ഒന്നിച്ചു നിന്ന് നമ്മൾ അതിനൊരു പദ്ധതി തയ്യാറാക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ജയ് ഹിന്ദ്. നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വർക്കിംഗ് സെക്രട്ടറിയെ ക്ഷണിച്ചുകൊള്ളു.